പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ അതീവ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടുന്ന ഒരു പുതിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. ഗാസ മുനമ്പിൽ ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥാപിച്ച മഞ്ഞരേഖ എന്ന താൽക്കാലിക അതിർത്തിയുടെ സ്ഥിരീകരണ സാധ്യത അമേരിക്കൻ മധ്യസ്ഥതയിൽ രൂപം കൊണ്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി നിർണയിക്കപ്പെട്ട ഈ രേഖ ഇപ്പോൾ പലസ്തീനിന്റെ ഭൂമിശാസ്ത്രപരമായ ഭാവിയെയും ദുരാഷ്ട്ര പരിഹാരം എന്ന ആശയത്തെയും ഒരുപോലെ ചോദ്യം ചെയ്യുന്ന ഒരു ഭൗതിക യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഗാസയെ ഫലത്തിൽ രണ്ടായി വിഭജിക്കുന്ന ഈ നടപടി വെടിനിർത്തൽ എന്ന പേരിൽ നടക്കുന്ന കൂടുതൽ ഭൂമി കൈയേറ്റത്തിന്റെയും കൊലപാതകങ്ങളുടെയും വേദിയായി മാറുന്നുവെന്ന ആശങ്ക ശക്തമാണ്. ഗാസ മുനമ്പിന്റെ ചരിത്രം പ്രധാനമായും അധിനിവേശത്തിന്റെയും വിഭജനത്തിന്റെയും കഥയാണ്. 1948 അറബ് ഇസ്രായേൽ യുദ്ധത്തിനു ശേഷം ഈജിപ്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഗാസ 1967 ആറ് യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്തു. 2025 ഇസ്രായേൽ തങ്ങളുടെ സൈനികരെയും സെറ്റിൽമെന്റുകളെയും ഗാസയിൽ നിന്ന് ഏകപക്ഷീയമായി പിൻവലിച്ചു. എന്നിരുന്നാലും വ്യോമ, നാവിക, കര അതിർത്തികളിൽ ഇസ്രായേൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടർന്നു. 2007 ഹമാസ് ഗാസയുടെ അധികാരം പിടിച്ചെടുത്തതോടെ ഇസ്രായേലും ഈജിപ്തും ചേർന്ന് ഗാസയെ ഉപരോധിച്ചു. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിൽ എന്ന ദുഷ്പേര് ഗാസയ്ക്ക് നേടിക്കൊടുത്തു. ഈ ദീർഘകാല ഉപരോധത്തിന്റെയും ആവർത്തിച്ചുള്ള സൈനിക സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് 2023 ഒക്ടോബറിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് നിലവിലെ യുദ്ധം ആരംഭിച്ചത്. ഈ യുദ്ധത്തിന്റെ അനന്തര ഫലമായിട്ടാണ് ഗാസയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന മഞ്ഞരേഖ എന്ന പുതിയ സൈനിക അതിർത്തി സ്ഥാപിക്കപ്പെടുന്നത്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ എഞ്ചിനീയറിംഗ് യൂണിറ്റുകളാണ് ഈ മഞ്ഞ കോൺക്രീറ്റ് ബ്ലോക്കുകൾ സ്ഥാപിച്ചത്. ഓരോ 200 മീറ്ററിലും സ്ഥാപിച്ചിട്ടുള്ള ഈ മാർക്കറുകൾ ഗാസയെ വടക്കു പടിഞ്ഞാറെന്നും തെക്ക് കിഴക്കെന്നും ഫലത്തിൽ രണ്ടായി വിഭജിക്കുന്നു. ഈ വിഭജനം IDFന്റെ സൈനിക തന്ത്രത്തിൽ വ്യക്തമായ മാറ്റം വരുത്തുന്നതിന്റെ സൂചനയാണ്. ഇസ്രായേൽ സൈന്യം താൽക്കാലികമായി പിൻവാങ്ങുകയോ അല്ലെങ്കിൽ തീവ്രമായ സൈനിക നടപടികൾ ഒഴിവാക്കുകയോ ചെയ്യുന്ന ഈ പ്രദേശം ഹമാസിന് തങ്ങളുടെ ശക്തി വീണ്ടെടുക്കാനുള്ള അവസരം നൽകിയേക്കാം. ഇസ്രായേലിന്റെ പൂർണ്ണ സൈനിക നിയന്ത്രണത്തിലുള്ള ഈ പ്രദേശങ്ങൾ ഗാസയുടെ മൊത്തം ഭൂവിസ്തൃതി കുറയ്ക്കുന്നതിലേക്കും പുതിയ ബഫർ സോണുകൾ സൃഷ്ടിക്കുന്നതിലേക്കും നയിക്കും. പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നിർദ്ദേശിച്ച ഫ്രീ ഫയർ നയം ഈ മഞ്ഞരേഖയെ കൂടുതൽ മാരകമാക്കുന്നു. ഈ രേഖയോടടുക്കുന്ന പലസ്തീനികൾക്ക് നേരെ മുന്നറിയിപ്പില്ലാതെ വെടിയുതിർക്കാൻ സൈന്യത്തിന് അനുമതി നൽകുന്ന ഈ നയം വെടിനിർത്തലിന്റെ മാനുഷിക ലക്ഷ്യങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുന്നതാണ്. വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും പ്രതിദിനം ശരാശരി 20-ലധികം പലസ്തീനികൾ ഈ മേഖലയിൽ കൊല്ലപ്പെട്ടു എന്നത് ഇതൊരു കൊലപാതക മേഖലയായി മാറുന്നു എന്നതിന്റെ തെളിവാണ്. മഞ്ഞരേഖ സൃഷ്ടിച്ച ഏറ്റവും വലിയ മാനുഷിക ദുരിതം ഭവനം നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് പലസ്തീനികൾക്ക് തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു എന്നതാണ്. IDF നിയന്ത്രണത്തിലുള്ള കിഴക്കൻ മേഖലയിലാണ് ഗാസയിലെ പല നഗരങ്ങളും, പ്രത്യേകിച്ച് ഖാൻ യൂനൈസിന്റെ കിഴക്കൻ ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. തങ്ങളുടെ വീടുകൾക്ക് സമീപത്തെത്തുമ്പോൾ പോലും ഡ്രോണുകളിൽ നിന്നും മറ്റ് സൈനിക പോസ്റ്റുകളിൽ നിന്നും വെടിയുതിർത്തുവെന്ന് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രദേശവാസിയായ മുഹമ്മദ് ഖലോദ് അബു അൽ ഹുസൈന്റെ ചോദ്യം ഈ നിരാശയുടെ ആഴം വ്യക്തമാക്കുന്നു. എനിക്ക് വീട്ടിൽ പോകാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഈ വെടിനിർത്തൽ? വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ സാധാരണക്കാർക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാനുള്ള സുരക്ഷിത പാത ഉറപ്പാക്കുക എന്നത് അടിസ്ഥാനപരമായ മാനുഷിക ആവശ്യകതയാണ്. എന്നാൽ മഞ്ഞരേഖ ഈ ആവശ്യകതയെ തടയുന്നു. ഈ സ്ഥിതി ഐക്യരാഷ്ട്രസഭയുടെ മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളുടെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. സുരക്ഷാ ഭീഷണികൾ കാരണം സഹായം എത്തിക്കാൻ കഴിയാത്ത മേഖലകൾ വർദ്ധിക്കുന്നത് ഗാസയിലെ ജനങ്ങളുടെ ദുരിതം ഇരട്ടിയാക്കുന്നു. മഞ്ഞരേഖയുടെ സ്ഥാപനം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഉടമ്പടികളുടെയും ലംഘനമാണോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു താൽക്കാലിക വെടിനിർത്തൽ രേഖയെ സ്ഥിരം അതിർത്തിയായി പ്രഖ്യാപിക്കുന്നതും അതിന്റെ മറവിൽ ഭൂമി കൈയടക്കുന്നതും 4-ാം ജനീവ കൺവെൻഷൻ ഉൾപ്പെടെയുള്ള ഉടമ്പടികൾക്ക് വിരുദ്ധമാണ്. BBC-യുടെ ഉപഗ്രഹ വിശകലനം സൂചിപ്പിക്കുന്നത് അമേരിക്കൻ കരാർ പ്രകാരം IDF പിൻവാങ്ങേണ്ടിയിരുന്ന സ്ഥാനത്ത് നിന്നും നൂറുകണക്കിന് മീറ്ററുകൾ മുന്നോട്ട് കയറിയാണ് ഈ മാർക്കറുകൾ സ്ഥാപിച്ചിട്ടുള്ളതെന്നാണ്. ഇത് ഗാസയുടെ ഭൂമി കൂടുതൽ കൈയടക്കാനുള്ള IDFന്റെ വ്യക്തമായ തന്ത്രമാണ്. റെഫ്യൂജീസ് ഇന്റർനാഷണൽ പ്രസിഡന്റ് ജെറാമി കോണിൻഡിക് ഈ നടപടി ഗാസയുടെ യഥാർത്ഥ കൂട്ടിച്ചേർക്കൽ എന്ന് വിശേഷിപ്പിച്ചതും ഈ നീക്കത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്നും അടിവരയിടുന്നു. ഇസ്രായേൽ മാധ്യമങ്ങളിൽ പുതിയ അതിർത്തി എന്ന് ഈ മഞ്ഞരേഖയെ വിശേഷിപ്പിച്ചു തുടങ്ങിയതോടെ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ദീർഘകാല ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള പലസ്തീന്റെ ഭയം ന്യായീകരിക്കപ്പെടുന്നു. ഗാസയെ ചുരുക്കാനും ഇസ്രായേലിന്റെ നെഗേവ് മരുഭൂമി വികസിപ്പിച്ച് പുതിയ സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്ന വിലയിരുത്തലുകളും ശക്തമാണ്. ഇസ്രായേൽ സൈനിക വിദഗ്ധർ പോലും ഈ രേഖയെ ഒരു സുരക്ഷാ മേഖല എന്നതിലുപരി രാഷ്ട്രീയ അതിർത്തിയായിട്ടാണ് കാണുന്നത്. വെടിനിർത്തൽ കരാറിന്റെ 2-ാം ഘട്ടം നടപ്പിലാക്കുന്നതിൽ പ്രധാന തടസ്സമായി നിൽക്കുന്നത് ഈ മഞ്ഞരേഖയാണ്. 2-ാം ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് ഗാസയുടെ നിയന്ത്രണം പലസ്തീനിയൻ അതോറിറ്റിക്ക് അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര സേനയ്ക്ക് കൈമാറുക. IDF മഞ്ഞരേഖയിൽ നിന്ന് പൂർണ്ണമായി ഇസ്രായേൽ അതിർത്തിയിലേക്ക് പിൻവാങ്ങുക. എന്നാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിലെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികൾ സൈനിക പിൻവാങ്ങലിനെയും
ഗാസയുടെ നിയന്ത്രണം PIക്കോ അന്താരാഷ്ട്ര ശക്തികൾക്കോ കൈമാറുന്നതിനെയും ശക്തമായി എതിർക്കുന്നു. ഗാസയുടെ നിയന്ത്രണം ഇസ്രയേലിന്റെ കൈവശം നിലനിർത്തണമെന്ന് അവർ വാദിക്കുന്നു. ഈ രാഷ്ട്രീയ എതിർപ്പ് കാരണം വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം യാഥാർത്ഥ്യമാകുമോ എന്നതിൽ അന്താരാഷ്ട്ര സമൂഹത്തിനും സംശയമുണ്ട്. നെതന്യാഹു ഗവൺമെന്റിന്റെ നിലവിലെ നിലപാട് ദുരാഷ്ട്ര പരിഹാരം എന്ന ലക്ഷ്യത്തിൽ നിന്നും ഇസ്രയേൽ പൂർണ്ണമായി വ്യതിചലിച്ചു എന്നതിന്റെ സൂചനയും നൽകുന്നു. ഗാസ മുനമ്പിനെ രണ്ടായി വിഭജിക്കുകയും ഒരു ഭാഗം പൂർണ്ണമായി സൈനിക നിയന്ത്രണത്തിൽ നിലനിർത്തുകയും ചെയ്യുന്നതും ഭാവിയിൽ പരമാധികാരത്തിലുള്ള ഒരു പലസ്തീൻ രാഷ്ട്രത്തിന് ഗാസയുടെ മേലുള്ള അവകാശം ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. ഗാസയിലെ മഞ്ഞരേഖ ഒരു സ്ഥിരം അതിർത്തിയായി മാറിയാൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഒരു സുസ്ഥിരമായ പലസ്തീൻ രാഷ്ട്രത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സമഗ്രതയെ ഈ വിഭജനം ഇല്ലാതാക്കും. ഗാസയുടെ വെസ്റ്റ് ബാങ്കും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശിഥിലമാകും. കിഴക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്തവർക്ക് തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാൻ കഴിയാതെ വന്നാൽ അവർ തെക്കൻ മേഖലകളിൽ സ്ഥിരമായി താമസിക്കാൻ നിർബന്ധിതരാകും. ഇത് ഈ പ്രദേശത്തെ ജനസംഖ്യാപരമായ സമ്മർദ്ദം വർദ്ധിപ്പിക്കും. മഞ്ഞരേഖ നിലനിൽക്കുന്നതിനോടൊപ്പം കാലം പലസ്തീനിയൻ ചെറുത്തുനിൽപ്പ് സംഘടനകൾ ഈ അതിർത്തി ലംഘിക്കാൻ ശ്രമിക്കുകയും അത് കൂടുതൽ വെടിവെപ്പുകളിലേക്കും മരണങ്ങളിലേക്കും നയിക്കുകയും ചെയ്യും. സമാധാനം എന്ന ലക്ഷ്യം പൂർണ്ണമായും അട്ടിമറിക്കപ്പെടും. സ്ഥിരമായ അധിനിവേശത്തിന് നിയമസാധുതയുമുണ്ട്. താൽക്കാലികം എന്ന പേരിലുള്ള ഏതൊരു സൈനിക നടപടിയും അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിൽ വളരെ വേഗം സ്ഥിരമായി മാറുമെന്ന ചരിത്രപരമായ സത്യം വീണ്ടും ആവർത്തിക്കപ്പെടും. മെഡിക്കൽ എയ്ഡ് ഫോർ പലസ്തീനിയൻസ് എന്ന സംഘടനയിലെ റൊഹാൻ താൽബോട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് പതിറ്റാണ്ടുകളുടെ വേദനാജനകമായ അനുഭവമാണ്. ഗാസയിലെ മഞ്ഞരേഖ വെടിനിർത്തൽ എന്ന പേരിൽ ഇസ്രയേൽ നടത്തുന്ന തന്ത്രപരമായ ഭൂമി കയ്യേറ്റത്തിന്റെയും സൈനിക നിയന്ത്രണത്തിന്റെയും ഏറ്റവും പുതിയ രൂപമാണ്. 2.1 ദശലക്ഷം പലസ്തീനികൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഈ രേഖ പലസ്തീന്റെ ദേശീയ സ്വപ്നങ്ങളെയും മാനുഷിക അവകാശങ്ങളെയും ഞെരുക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹം, പ്രത്യേകിച്ചും ഈ വെടിനിർത്തൽ കരാറിന് മധ്യസ്ഥത വഹിച്ച അമേരിക്ക ഈ സ്ഥിതിഗതികളെ അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. താൽക്കാലിക രേഖകൾ സ്ഥിരം അതിർത്തികളായി മാറുന്നതിന് മുമ്പ് അന്താരാഷ്ട്ര നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും പലസ്തീനിയൻ ജനതയുടെ സുരക്ഷിതമായ മടങ്ങിപ്പോക്ക് ഉറപ്പാക്കുകയും ഗാസയുടെ ഭൂമിശാസ്ത്രപരമായ സമഗ്രത സംരക്ഷിക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഈ മഞ്ഞരേഖ എവിടെ വെച്ച് അവസാനിക്കുമെന്നത് വരും ദിവസങ്ങളിൽ ലോകത്തിന് കൂടുതൽ വ്യക്തമാകും.